ഹായ്, ഇന്നത്തെ പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. ഒരു 4-4.5 മിനിറ്റത്തെ വീഡിയോ ഉള്ളൂ. പക്ഷേ അതുകൊണ്ടൊന്നും ചിക്കൻ കറി വെക്കാൻ പറ്റത്തില്ല. ഇച്ചിരി സമയം എടുത്ത് തന്നെ ചെയ്യണം. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ടില്ല, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിക്കാൻ വെക്കാം. കുക്കറിനകത്ത് 2 വിസിലേൽപ്പിക്കാം. 2 അല്ലെങ്കിൽ 3 വിസിലേൽപ്പിക്കണം, ചിക്കൻ്റെ വേവിനനുസരിച്ച്. പിന്നെ സവാള, ഒരു 4 മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. ഈ അരിഞ്ഞെടുക്കുന്ന സമയം കൊണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അരിഞ്ഞേ പറ്റും. ഇത് പിന്നെ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ട് കാണിച്ചു തരാം. അരിഞ്ഞെടുത്ത് 2 തക്കാളി അരിഞ്ഞ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് ഇത്രയും കൂടെ കൊച്ച് മിക്സിയുടെ ജാറിനകത്തിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 കിഴങ്ങ് എടുത്തായിരുന്നു, ഉരുളക്കിഴങ്ങ് ചെറുതാണ് എടുത്തേക്കുന്നത്. എനിക്കിഷ്ടമായതുകൊണ്ട് എടുത്തേക്കുക. ഇതാർക്കും ഇഷ്ടമല്ലെങ്കിൽ എടുക്കരുത്, അതേ കണക്ക് സ്കിപ്പ് ചെയ്ത് കിട്ടോ. പിന്നെ ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് അറേഞ്ച് ചെയ്ത് തരാം. കറിവേപ്പില കുറച്ചെടുത്തിട്ടുണ്ട്, സവാള അരിഞ്ഞതും കാണിച്ചിട്ടുണ്ട്. 2-3 വിസിലേൽപ്പിച്ച ചിക്കനെ മാറ്റി വെച്ച് ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് സവാള ഇട്ട്, സവാള നല്ലൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കണേ. കുറച്ച് സമയം എടുക്കും, അത് നല്ലൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. അത് വഴണ്ടാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച്, ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 4 സ്പൂൺ മുളക് പൊടി, അതേ കണക്കന്നെ ഒരു 4 സ്പൂൺ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞ് വന്നു പോയതാട്ടോ, സോറി. അതും കൂടിയിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം. കരിക്കരുത്, കരിഞ്ഞു പോകാനേ പാടില്ല. കൈവിടാതെ ഇച്ചിരി നല്ലോണം ഒന്ന് മൂപ്പിച്ച് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ സവാള ഒരു പകുതി ഒന്ന് വെന്ത് കിട്ടും. അതിലേക്ക് നമുക്കൊരു മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കുറച്ച് സമയം കൂടി അടച്ച് വെക്കണം. തക്കാളി വെന്ത് നല്ല വൃത്തിയായിട്ട് ഉടഞ്ഞ് വരണം. ഈ ചിക്കൻ കറി വെച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്ന് പറയണേ. എൻ്റെ രീതിയിൽ വെക്കുവാണേ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പവും ചപ്പാത്തിയും പൊറോട്ടയും എല്ലാത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, ചീനിയുടെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും നല്ലൊരു ചിക്കൻ കറിയാണേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ് ചെയ്യണേ പ്ലീസ്. ലൈക്ക്, ഷെയർ, കമൻറ്റ്, നിങ്ങളുടെ കമൻറ്റുകൾക്ക് കാത്തിരിക്കും. തക്കാളി നല്ല ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന പൊടികൾ അതിലേക്ക് ചേർക്കുവാണ്. ചേർത്ത് നല്ലോണം അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമ്മളത്, ചിക്കനൊന്നും ഇടത്തില്ല അതിന് മുമ്പേ, നല്ല വൃത്തിയായിട്ട് വഴറ്റിയെടുക്കണം. ഈ വഴറ്റലിലൊക്കെ നല്ല ടേസ്റ്റ് വരും കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ചെറിയ സൗണ്ടുകൾ അപ്പുറത്തുനിന്ന് കേൾക്കും, കാര്യമാക്കണ്ട. ഒരു വീടിൻ്റെ പണി നടക്കുക, എനിക്ക് വോയിസ് ഓവർ ചെയ്യാനേ പറ്റുന്നില്ല. ഈ സമയം കൊണ്ട് നമ്മൾ ചിക്കൻ അതിനകത്തിട്ട് തട്ടിയിട്ടുണ്ട്. കിഴങ്ങിട്ട് വേവിക്കാൻ മറന്നുപോയത്, അതുകൊണ്ട് കിഴങ്ങ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ല വൃത്തിയായിട്ട് നല്ല വെന്ത് കുറുകി വരും. ചാറ് വേണ്ടുള്ളവർ ഇത്തിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. എനിക്ക് ചാറ് വേണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അരപ്പ് പറ്റിച്ചണക്കെടുത്തേക്കുന്നു. ഇവിടെ നമ്മളെ സൂപ്പർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും